നിങ്ങൾക്ക് ഞാൻ നൽകിയ സമ്പത്ത് എന്തിനു വേണ്ടി ചെലവഴിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനും മറുപടി പറയാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ നിന്നും ഒരു ചെറിയൊരു സംഖ്യ ഹൗദിൽ വീണു പോവുകയാണ്. ഒരു ചെറിയൊരു സംഖ്യ, നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ഒരു ചെറിയ സംഖ്യ. ഉദാഹരണത്തിന് 50 പൈസ കൂട്ടാം. ഒരു 50 പൈസ ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ കയ്യിൽ നിന്നും ഹൗദിലേക്ക് വീണു പോവുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന വളരെ പ്രയാസപ്പെട്ടത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എത്ര പ്രയാസപ്പെട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടും അത് കഴിയണില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ഒരാളെ കൂലിക്ക് വിളിച്ചുകൊണ്ട് 2 രൂപ കൊടുത്തുകൊണ്ട് ഒരാളെ കൂലിക്ക് വിളിച്ചുകൊണ്ട് ആ 50 പൈസ ഹൗദിൽ നിന്ന് എടുപ്പിച്ചു. എല്ലാവരും ചോദിച്ചു, ഒരു 50 പൈസ അതുകൊണ്ട് ഒഴിവാക്കിയില്ലേ? 50 പൈസ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2 രൂപ കൂലിയൊക്കെ കൊടുത്തിട്ട് ഒരാളെ ഏൽപ്പിക്കാൻ പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുമ്പോൾ വല്ലാത്തൊരു പൊട്ടത്തരായിപ്പോയല്ലോ. ഒരു 50 പൈസയ്ക്ക് വേണ്ടി 1 രൂപ വേണ്ടി നഷ്ടപ്പെടുത്തി എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കാറ്. പക്ഷേ ബഹുമാനപ്പെട്ട ശൈഖുന അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്. നമ്മൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട മറുപടിയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തിനെ പറ്റി 2 ചോദ്യമാണ് നമ്മോട് ചോദിക്കുന്നത്. ഒന്ന്, നീ എങ്ങനെ സമ്പാദിച്ചു എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കണ്ണിയത്ത് അഹമ്മദിന് ഇതിന് മറുപടി പറയാൻ, കൃത്യമായി മറുപടി പറയാൻ കണ്ണിയത്ത് അഹമ്മദിന്റെ മുമ്പിൽ മറുപടിയുണ്ട്. പക്ഷേ ഞാനെങ്ങാനും ഈ പൈസ എങ്ങാനും ഇവിടെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ ഇത് എന്തിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തിയെന്ന് ചോദ്യത്തിന് അള്ളാന്റെ കോടതിയിൽ ഞാൻ എന്ത് മറുപടി പറയുമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്, ആരോഗ്യം തന്നിട്ടുണ്ട്, നമുക്കൊരുപാട് നിഅ്മത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹിന്റെ പൊരുത്തത്തിലായി ചെലവഴിക്കാൻ എത്രമാത്രം നമുക്ക് സാധിച്ചിട്ടുണ്ട് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയതൊക്കെ അവന്റെ പൊരുത്തത്തിലായി ചെലവഴിച്ചുകൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.